നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതോടുകൂടി ബി.ജെ.പി. കേരളത്തിലൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം പിടിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നീട് മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടതാണ്. 51 അംഗങ്ങളുടെ അല്ലെങ്കിൽ 51 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പി. ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഒരു സ്വതന്ത്ര അംഗത്തിൻ്റെയും 50 ബി.ജെ.പി. അംഗങ്ങളുടെയും പിന്തുണയാണ് ബി.ജെ.പിക്ക് ഇവിടെയുള്ളത്. LDFും UDFും ദുർബലരാക്കപ്പെട്ടു. 45 വർഷത്തെ LDF ഭരണത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ടാണ് ബി.ജെ.പി. ഈ LDF കോട്ട പിടിച്ചെടുത്തത്. അന്ന് മുതൽ തന്നെ LDFും അതുപോലെ തന്നെ ബി.ജെ.പിയും തമ്മിൽ വലിയ രാഷ്ട്രീയ കൊമ്പുകോർക്കൽ പലയിടങ്ങളിലും അല്ലെങ്കിൽ പല വിഷയത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായി. ഏറ്റവും ഒടുവിലെത്തിയത് കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം മേയർ VV രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും രാജിവെക്കേണ്ടി വരുമോ എന്നൊരു സംശയം ഇപ്പോൾ ഉയരുകയാണ്. അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് 20 കൗൺസിലർമാരുടെ, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതായത് ഇവർ രക്തസാക്ഷികളുടെയും ഹിന്ദു ദേവീദേവന്മാരുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അങ്ങനെയൊരു വിധി കൽപ്പിച്ചത്. അതായത് ഈ 20 കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് LDF ആവശ്യപ്പെട്ടത്. എന്നാൽ അതല്ല, സത്യപ്രതിജ്ഞ ഒന്നുകൂടെ ചെയ്താൽ മതി എന്നാണ് ഹൈക്കോടതി പിന്നീട് പറഞ്ഞത്. അങ്ങനെ ഹൈക്കോടതി വിധി അനുസരിച്ച് ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം ഇവിടെ ഈ കൗൺസിലർമാരുടെ 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. 20ാമത്തെ കൗൺസിലർ സുഗതനാണ്. സുഗതൻ ആ സമയത്ത് ജയിലിലായതിനാൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ അന്ന് നടന്നില്ല. 30 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ബി.ജെ.പി. അന്നൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. എന്നാൽ ഹൈക്കോടതി സുഗതന് സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താൻ അനുമതി നൽകിയതോടുകൂടി ആ സത്യപ്രതിജ്ഞ നടക്കുകയും ബി.ജെ.പിക്ക് ഒരു വലിയ തലവേദന ഒഴിവാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് SP ദീപക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ഈ ഹൈക്കോടതി തന്നെ അസാധുവാക്കിയ സത്യപ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ, ആ 20 കൗൺസിലർമാർ കൂടി ചേർന്നാണ് ഈ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് സത്യപ്രതിജ്ഞ അസാധുവാകുമ്പോൾ ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ കൗൺസിലർമാരുടെ അംഗത്വവും ആ ഒരു കാലത്തേക്ക് അസാധുവാവുകയാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർ എന്ന നിലയിൽ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളും അസാധുവാക്കപ്പെടും എന്ന് LDF പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ഈ കാലയളവിൽ എന്നുള്ളത് മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുക്കുകയായിരുന്നു. അവരുടെ കൂടെ വോട്ടോടുകൂടിയാണ് മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തത്. സത്യപ്രതിജ്ഞ പിന്നീട് റദ്ദാക്കപ്പെടുമ്പോൾ തീർച്ചയായും മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറുടെയും തിരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാണ് SP ദീപക് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷണർക്കും അതുപോലെ തന്നെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഈ പറയുന്ന സത്യപ്രതിജ്ഞ രണ്ടാമത് ചെയ്യേണ്ടി വന്ന 20ഓളം കൗൺസിലർമാർക്കുമെല്ലാം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും പരിഗണിക്കും. 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കുമ്പോൾ, ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറുപടികൾ എല്ലാവരോടും നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കേസിൽ ഹൈക്കോടതി വാദം കേൾക്കുകയും വിശദമായ വാദം കേൾക്കുകയും വിധി പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി.ജെ.പി. അങ്ങനെ റദ്ദാക്കപ്പെട്ടാൽ തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് മാത്രമേ, പരമാവധി ആ ഒരു രീതിയിലേക്ക് മാത്രമേ കാര്യങ്ങൾ പോവുകയുള്ളൂ എന്നാണ് ബി.ജെ.പി. വിലയിരുത്തുന്നത്. അതായത് ഈ 20 കൗൺസിലർമാരുടെയും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് നേരത്തെ ഹൈക്കോടതിയിൽ LDF ആവശ്യപ്പെട്ടത്. ആ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ഇത്തരത്തിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കണമെന്ന് വീണ്ടും LDF ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടി തെറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഒരിക്കൽ കൂടി മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള വഴി കാണും. അതല്ലാതെ ഈ ഹർജി തള്ളാനും പല കാരണങ്ങളുണ്ട്. കാരണം അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ കൗൺസിലർമാരാണ്. ഹൈക്കോടതി വിധി വന്നതിന് ശേഷമാണ് അവരുടെ ഈ സത്യപ്രതിജ്ഞ റദ്ദായതും അംഗത്വം റദ്ദാകുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അസാധുവാകുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി കൃത്യമായ നിയമവും മറ്റ് വശങ്ങളുമെല്ലാം പരിശോധിച്ചുകൊണ്ട് അക്കാര്യത്തിൽ ഒരു അന്തിമ അഭിപ്രായം പറയും. എന്തായാലും വീണ്ടും
തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ വെട്ടിലാക്കുന്ന തരത്തിൽ CPM മറ്റൊരു നിയമ നടപടി കൂടി എടുത്തിരിക്കുന്നു. അത് ഈ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ BJPക്കും അതുപോലെ തന്നെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെല്ലാം അത് നിർണായകമായി മാറുകയാണ്. നേരത്തെ കൗൺസിലർ R. സുഗതൻ്റെ പേരിൽ കാപ്പ ചുമത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാപ്പ ഉപദേശക സമിതിയും കരുതൽ തടങ്കലിനെ ശരിവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കുകയും അതിനുശേഷം ഹൈക്കോടതി അനുമതി ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ സുഗതന് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ആ ഉത്തരവിനെ തുടർന്നാണ് BJP വലിയൊരു പ്രതിസന്ധിയെ മറികടന്നത്. ഇനിയൊരു പ്രതിസന്ധി കൂടി BJPക്കുണ്ട് എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ഒന്നടങ്കം പറയുന്നത് സുഗതന് ഇനിയിപ്പോൾ ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടുമെന്നും കൗൺസിലർ സ്ഥാനം തെറിക്കുമെന്നുമാണ്. എന്നാൽ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിർണായകമായ കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം സുഗതൻ ഇതിനോടകം തന്നെ അഭിഭാഷകൻ മുഖേന ഈ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. അവധി അപേക്ഷ നൽകാതെ യാതൊരു വിവരവും അറിയിക്കാതെ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമാണ് ഒരു മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് അയോഗ്യത വരിക. ഇനി അങ്ങനെ അയോഗ്യത വന്നുവെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ അവധി അപേക്ഷ നൽകാതെ തന്നെ അയോഗ്യത വന്നു എങ്കിൽ തന്നെ വീണ്ടും കൗൺസിൽ യോഗത്തിന് സുഗതൻ്റെ പ്രത്യേക അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൗൺസിൽ സ്ഥാനം തിരികെ നൽകാൻ സാധിക്കും. നിയമത്തിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പ്രതിപക്ഷം എടുത്തു പറയുന്നില്ല. പക്ഷേ അവർ അയോഗ്യത വേണം അല്ലെങ്കിൽ സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ സമരത്തിലാണ്. എന്തായാലും 101 കൗൺസിലർമാരുടെയും അംഗത്വത്തിന് ഈ വരുന്ന 5 വർഷവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേയർ VV രാജേഷ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയൊന്നും BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇല്ല എന്ന് പാർട്ടിയും നേതാക്കന്മാരും ഒരുമിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് 51ഓളം അംഗങ്ങളുടെ പിന്തുണ, ഒരു സ്വതന്ത്രൻ്റെ അടക്കം പിന്തുണ BJPക്കുണ്ട്. മാത്രമല്ല LDFന് വെറും 29 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്, UDFന് 20. അതുകൊണ്ട് തന്നെ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ പോലുമുള്ള ഭൂരിപക്ഷം 2 മുന്നണികൾക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കില്ല. 2 മുന്നണികളും യോജിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യമാവുകയുള്ളൂ. പക്ഷേ കേരള സംസ്ഥാനത്ത് LDFും UDFും പരസ്പരം കടിച്ചു കീറുന്ന മുന്നണികളാണ്. പരസ്പരം ചെളിവാരിയെറിയുന്ന അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന 2 മുന്നണികൾ. ആ 2 മുന്നണികൾ BJPയെ തിരുവനന്തപുരത്ത് അട്ടിമറിക്കാൻ മാത്രം ഒരുമിച്ചാൽ തീർച്ചയായും അതിൻ്റെ രാഷ്ട്രീയ നേട്ടം BJPക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ LDFും UDFും നിൽക്കുകയാണ്. എന്തായാലും നിർണായകമായ കൗൺസിൽ യോഗം നടക്കുന്നു. അതിനുശേഷം സുഗതനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപക്ഷം നിലപാട് അറിയിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ LDF കോടതിയിൽ ഒരു നിർണായകമായ ഹർജി നൽകിയിരിക്കുന്നു. ആ ഹർജിയിൽ എന്താണ് കോടതി വിധി പറയുക എന്നതും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവുകയാണ്.